ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു, എല്ലാവരുടെ മുഖമൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നു അല്ലേ? ഞാനും അത് ശ്രദ്ധിച്ചു. രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഇങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു ഫീലുണ്ട്. നമുക്കതൊന്ന് മാറ്റിയാലോ? ഇപ്പോൾ നമ്മളെ ഏവരെയും ചിരിപ്പിക്കാൻ ദാ അവർ വരുന്നു. ലെറ്റ്സ് വെൽക്കം ഏബിൾ ആൻഡ് ടീം ഫോർ എ ഹ്യൂമറസ് ഇന്ററാക്റ്റീവ് സ്കിറ്റ്. ലെറ്റ്സ് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഈ കഥയിലെ കഥാപാത്രങ്ങൾ പൂർണ്ണമായും സാങ്കല്പികമാണ്. യാതൊരുവിധ വ്യക്തികളെയോ സംഭവങ്ങളെയോ അനുകരിക്കുന്നതല്ല. ഹലോ ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാം. പ്രേക്ഷകർക്ക് ഇന്നത്തെ CGI കഞ്ഞിക്കുഴി നടത്തുന്ന ഡോക്ടറിനോട് ചോദിക്കാം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്തീയ കോളത്ത് നമ്മൾ കണ്ടുവരുന്ന പലതരം അസുഖങ്ങൾ, മാനസിക വിഭ്രാന്തികൾ, മനോരോഗങ്ങൾ, നരമ്പ് രോഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായിട്ട് ഒരു പ്രസിദ്ധ മനോരോഗിയും ഗിലെയാദ് യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറും ഒരു പ്രസിദ്ധ നരമ്പ് രോഗിയുമായ ഡോക്ടർ ലൂക്കോസ് വാഴക്കലിനെ ആണ് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ നിറഞ്ഞ കയ്യടികളോടുകൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു സഹോദര. ഒരു ചെറിയൊരു വീഡിയോ എല്ലാം എടുക്കുവാണ്, കട്ട് ചെയ്യേണ്ടി വരും. ലൈവ് കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും. എന്താ അറിയോ, പ്രശസ്ത മനോരോഗിയല്ല, ഞരമ്പ് രോഗികളെ ചികിത്സിക്കുന്ന പ്രശസ്ത ഞരമ്പ് രോഗ വിദഗ്ധൻ. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഒന്ന് പറഞ്ഞേക്ക് കേട്ടോ. അങ്ങനെ തോന്നും, അങ്ങനെ തോന്നിയാൽ പല തലത്തിലേക്കൊക്കെ പോകും കേട്ടോ. ഞാൻ എന്തായാലും ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ. ഇതെന്തോ ഇത് കിളച്ചിട്ടല്ലോ വന്നതാണോ? കിളച്ചില്ല. അതെന്താണെന്നറിയോ, സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡോക്ടറിന്റെ സെക്രട്ടേറിയറ്റ് പരിപാടികൾ നടക്കുമായിരുന്നു, സമരമൊക്കെ നടക്കുമായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് പോലീസുകാരൊന്ന് ചെറുതായിട്ടൊന്ന് പെരുമാറിയതാ. അതിൻ്റെ അത് ഒന്നും തോന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് ഓടി വന്നതാ. മനസ്സിലായോ? നമുക്ക് പോലീസുകാർ സമ്മതിക്കണ്ടേ കുളിക്കാനൊക്കെ, നമുക്ക് സമയമില്ല. പെട്ടെന്ന് നമുക്ക് ഇതിനോടുള്ള ഒരു ആഗ്രഹം, പെട്ടെന്ന് ആൾക്കാരെ കാണണ്ടേ. നമ്മളൊരു ഓക്കെ നമുക്ക് ലൈവ് തുടങ്ങാം. മാന്യദർശകർക്ക് എൻ്റെയും സ്വാഗതം. ഓക്കെ, തുടർന്നുള്ള 10 മിനിറ്റ് സമയങ്ങൾ നിങ്ങൾക്ക് കോൾ ചെയ്യാം ഇങ്ങോട്ട്. അപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ ഉത്തരം നൽകുന്നതായിരിക്കും. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 00000400. നോട്ട് ചെയ്യാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം, 00000400. കോൾ സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ് ഡോക്ടറിൻ്റെ പ്രവർത്തന രീതികളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എൻ്റെ പ്രവർത്തന രീതികൾ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 15-20 വർഷമായിട്ട് അങ്ങ് ഉഗാണ്ടയിലായിരുന്നു ഞാൻ. അപ്പോൾ അവിടെ ഞാൻ ഇതിൻ്റെ മനോരോഗങ്ങളും അതിൻ്റെ ഗവേഷണത്തിലൂടെയൊക്കെ കടന്നു പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ സംഭവിച്ച് ഈ 15-20 വർഷം ഉഗാണ്ടയിൽ നിന്നപ്പോഴേ നമ്മൾ ഈ പ്രത്യേകിച്ച് പ്രധാനമായി നമ്മുടെ ഗവേഷണം പഠനമൊക്കെ നടക്കുന്നത് ഈ പെന്തക്കോസ്ത് സമൂഹത്തിലാണ്. അതായത് അച്ചടക്കമില്ലായ്മ, പലവിധമായ മൂല്യച്യുതികൾ, അതൊക്കെ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പഠനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഒത്തിരി രോഗികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ വിളിക്കുമ്പോൾ നമുക്ക് അതിനുള്ള സൊല്യൂഷനൊക്കെ പറഞ്ഞു കൊടുക്കാൻ നോക്കാം. ഞാൻ കുറച്ച് ഫേമസ്, എന്നെക്കുറിച്ച് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഇല്ല, അങ്ങനെ അത്രയും കേട്ടിട്ടില്ല. ഇല്ല, കുഴപ്പമില്ല, കുറച്ച് പേർക്ക് അറിയാം. ആണോ? ഓക്കെ. എന്തായാലും ഇന്നത്തെ കാലത്ത് ഇത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതെ, ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സഭകളിലൊക്കെ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു വലിയ കാരണം ഇതൊക്കെ തന്നെയാണ്. അതെ. നമുക്ക് കോളുകളിലേക്ക് കടക്കാം. നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഹലോ, CGI കഞ്ഞിക്കുഴി നടത്തുന്ന ഡോക്ടറിനോട് ചോദിക്കാം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഡോക്ടറോട് ചോദിക്കുന്ന പരിപാടി അല്ലയോ ഇത്? അയ്യോ, അല്ലല്ലോ, ഞങ്ങളിവിടെ കുക്കറി ഷോ നടത്തുക. ഞങ്ങൾ ഒരു കോഴിയൊക്കെ നിർത്തി പൊരിക്കുന്നു. എൻ്റെ പൊന്നു സഹോദരി, നമ്മൾ ഡോക്ടറിനോട് ചോദിക്കുന്ന പ്രോഗ്രാം ആണെന്ന് പറഞ്ഞല്ലേ തുടങ്ങിയത്. പിന്നെ എന്താ ഇനിയും പിന്നെയും പറയണ്ടേ? ഓക്കെ, പറഞ്ഞോളൂ, ചോദിച്ചോളൂ, എന്താണുള്ളത്?
ഞാൻ ചാവക്കാടുന്ന് ചിന്നമ്മയാണേ വിളിക്കുന്നത്. ചിന്നമ്മേ പറഞ്ഞോളൂ. ഡോക്ടർ ഉണ്ടോ അവിടെ? ഓ ഉണ്ടല്ലോ ഡോക്ടറെ. ആ ചിന്നമ്മേ പറഞ്ഞോളൂ പറഞ്ഞോളൂ, എന്താ പ്രശ്നം? ഡോക്ടറെ, എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ ഈ സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയാലേ പിന്നെ അതങ്ങ് നിർത്താൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഡോക്ടറെ. അയ്യോ, അത് ഭയങ്കര പ്രശ്നമാണല്ലോ. എന്നിട്ട് എന്ത് ചെയ്താലും നിർത്താൻ പറ്റുന്നില്ല എന്റെ ഡോക്ടറെ. എന്റെ സ്ഥലകാലബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാ. ഒരാഴ്ചത്തെ കാര്യം മുഴുവൻ പിന്നെ സാക്ഷ്യം പറയണ്ടായോ ഡോക്ടറെ? പിന്നെ അത് പറയണമല്ലോ, അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ലേ. അതെ അതെ. എന്നെ കുറ്റം പറയാൻ പറ്റുമോ ഡോക്ടറെ? ഞാനങ്ങ് പറഞ്ഞു തീരുമ്പോഴത്തേക്കും പാസ്റ്റർ ആശീർവാദം പറയാനായിട്ട് അങ്ങ് തുടങ്ങും. അത് പാസ്റ്ററിന്റെ ഭാഗ്യം. പിന്നല്ലാതെ പ്രസവിക്കാൻ ഇനിയും വേറെ ആരുടെ ആവശ്യമില്ലല്ലോ. അത് പാസ്റ്ററിന്റെ ഭാഗ്യം. അല്ലാതെ ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ചിന്നമ്മേ. ഇത് കാരണം ഞാൻ അങ്ങ് ഭയങ്കര മാനസിക വിഷമത്തിലാ ഡോക്ടറെ. ഇത് വല്ല രോഗവും വല്ലതും ആണോ ഡോക്ടറെ? ഇതിന് വല്ല മരുന്നും ഉണ്ടോ? ചാവക്കാട്ടിലുള്ള ചിന്നമ്മേ, നമുക്ക് ഇതിനെ പല പരിഹാരങ്ങളും ഉണ്ട് കേട്ടോ, ഭയപ്പെടാനൊന്നുമില്ല. ഇതൊരു ഭയങ്കര ഒരു രോഗമാണ്. രോഗമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് പല പെന്തക്കോസ്ത് സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. അപ്പം നമ്മുടെ ഗവേഷണത്തിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച ഈ രോഗത്തിൻ്റെ പേരെന്ന് പറയുന്നത് സാക്ഷിമാനിയ നിർത്തില്ലായ്മ. കേട്ടോ, പറയാൻ കുറച്ച് പാടായിരിക്കും, എന്നാലും സാക്ഷിമാനിയ നിർത്തില്ലായ്മ എന്നാണ് അതിൻ്റെ പേര്. അപ്പം കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ അമ്മാമ്മയ്ക്ക്? ഓക്കെ. അപ്പം ഇതിന് ഒത്തിരി പരിഹാരങ്ങളുണ്ട് കേട്ടോ. നമുക്കിതിനെല്ലാം നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട് കേട്ടോ, ഭയപ്പെടാനൊന്നുമില്ല. അപ്പം കുറിക്കാൻ കുറച്ച് പേപ്പറോ പേനയൊക്കെ അവിടെ വല്ലതും എടുത്തു വെച്ചിട്ടുണ്ടോ? അപ്പം നമുക്ക് ഇതിന് വേണ്ടുന്ന കുറച്ച് മരുന്നുകളുണ്ട്, ഞാൻ പറയാൻ പോവാ കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പം നമുക്ക് ആദ്യമായിട്ട് കിട്ടേണ്ട നമുക്ക് വേണ്ട മരുന്നെന്ന് പറയുന്നത്, അത് നമ്മൾ മെയിൻലി നമ്മുടെ ഗിലയാദ് മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, കഞ്ഞിക്കുഴിയുള്ള ഗിലയാദ് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അച്ചടക്കത്തിൻ്റെ ഒരു ടാബ്ലറ്റ് അതാദ്യം മേടിക്കണം. ഓക്കെ, അതിൻ്റെ ഒരു 3 സ്ട്രിപ്പ് നമ്മൾ ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പം ഞായറാഴ്ച നാളെ രാവിലെ സഭായോഗത്തിന് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ആ 3 സ്ട്രിപ്പ് അങ്ങ് കഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടുന്ന മറ്റൊരു മരുന്നെന്ന് പറയുന്നത് നമ്മുടെ സാമാന്യ മര്യാദയുടെ ഒരു സിറപ്പാണ് വേണ്ട കേട്ടോ. അത് കേട്ടിട്ടില്ലല്ലേ? ഓക്കെ. അപ്പം ആ ഒരു സിറപ്പ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. അതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പം ശനിയാഴ്ച ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു സിറപ്പ് 3 ടേബിൾ സ്പൂണായിട്ട് കുടിച്ചാൽ മതി കേട്ടോ. ഇതൊക്കെ ആ പ്രശ്നത്തോടെ പോകണം. പിന്നെ കുറച്ച് പരിഹാരങ്ങളുണ്ട്. വേറെ പരിഹാരം എന്ന് പറയുമ്പോൾ ചിന്നമ്മേ, നമ്മൾ സാക്ഷ്യം പറയുമ്പോഴേ അടുത്തൊക്കെ ആരെങ്കിലുമൊക്കെ കാണുമോ? സഹോദരിമാരോ വല്ലോ? ആണോ? ഒത്തിരി സഹോദരിമാരുണ്ടല്ലേ. അപ്പം ചിന്നമ്മ ഇനി അടുത്ത തവണ സാക്ഷ്യം പറയാൻ പോകുമ്പോഴേ സാക്ഷ്യം പറയാൻ തൊട്ട് മുമ്പ് അവരുടെ സഹോദരിമാരോട് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയേ. എങ്ങാനും നീണ്ടുപോയ ആ സാരിയുടെ തുമ്പിൽ ഒന്ന് പിടിച്ചു വലിച്ചാൽ മതി, അപ്പോൾ നമുക്ക് ഒന്ന് രക്ഷപ്പെടാൻ പറ്റും കേട്ടോ. എന്നിട്ടും തീർന്നില്ലെങ്കിൽ, എന്നിട്ടും ഈ പ്രശ്നം മാറുന്നില്ലെങ്കിൽ നമുക്ക് ഒരു പരിഹാരം കൂടെ ഉള്ളൂ. ഇതോടെ മാറണം, വേറെ നമുക്ക് പരിഹാരമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത പരിഹാരം എന്ന് പറയുമ്പോഴേ നമ്മുടെ അവിടെ മൈക്കും ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ അവിടെ? സഹോദരന്മാരും വല്ലതും ഉണ്ടോ അവിടെ? ഇവിടെ നമ്മുടെ സൗദിയിൽ നിന്ന് വന്ന ഞങ്ങളുടെ ക്രിസ്തുമോനൊക്കെ ഉണ്ട്. ക്രിസ്തുമോന്റെ നേതൃത്വത്തിലുള്ള കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ട് ഡോക്ടറെ. ആണോ? നമ്മുടെ സൗദിയിൽ നിന്ന് ക്രിസ്തുമോനൊക്കെ ഉണ്ടല്ലേ. നമ്മുടെ ക്രിസ്തുമോനോട് ഒന്ന് പറയണം, ഇനി എങ്ങാനും നീണ്ടുപോയാലില്ലേ ആ മൈക്കൊക്കെ അങ്ങ് ഓഫാക്കി വിട്ട്, അല്ലെങ്കിൽ ആ കേബിൾ അങ്ങ് ഊരിക്കളയാൻ പറഞ്ഞാൽ മതി കേട്ടോ. ഇതോടെ ആ പ്രശ്നം അങ്ങ് മാറിക്കിട്ടും കേട്ടോ. പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഓക്കെ. ഡോക്ടർ, ഈ മൈക്കിന്റെ സംഭവം ഒരു ചെറിയ പ്രശ്നമാണല്ലേ? ഭയങ്കര പ്രശ്നം. ഞാൻ എപ്പോഴോ എവിടെയോ കേട്ടിട്ടുണ്ട്, ഡോക്ടർ ഏതോ മൈക്കിന്റെ വള്ളി ഊരിവിട്ടെന്നും സഭ രണ്ടായെന്നും ഡോക്ടറിനെ ആരോ പിടിച്ച് ഇടിച്ചെന്നും ഒക്കെ. അതൊക്കെ സത്യമാണോ? ഇതൊക്കെ ലൈവിലാണോ പറയാനോ? അയ്യോ, സംശയം ചോദിച്ചു. അസൂയക്കാര് പലരും പറഞ്ഞുണ്ടാക്കും, മനസ്സിലായോ? നമ്മുടെ ഉയർച്ച കാണുമ്പോൾ പലരും പറഞ്ഞുണ്ടാക്കും. ചിലപ്പോ സത്യമായിരിക്കും, പക്ഷെ അതൊന്നും നമ്മൾ മനസ്സിൽ വെക്കല്ലോ, മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? അതല്ലേ ഏറ്റവും നല്ലത്. ശരി, റെക്കോർഡിംഗ് ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് കടക്കാം. ഹലോ, CJ കഞ്ഞിക്കുഴി നടത്തുന്ന ഡോക്ടറിനോട് ചോദിക്കാം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ എരുമപ്പെട്ടിന്ന് ഏലിയാച്ചനാന്നേ. ഏലിയാച്ചോ, പറഞ്ഞോ. മോനെ, ഡോക്ടർ ഉണ്ടോ അവിടെ? ഡോക്ടർ ഇവിടെ ഉണ്ടല്ലോ, പറഞ്ഞോളൂ. ഏലിയാച്ച പറഞ്ഞാട്ടെ കേൾക്കുന്നുണ്ട് കേട്ടോ.
ഹലോ ഡോക്ടറെ, എനിക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴേ ഒരുമാതിരി അങ്ങ് ദഹനക്കേട് പോലെ വരുക, അല്ലെങ്കിൽ അങ്ങ് ഉറക്കം വരും. എന്താ ചെയ്യണ്ടേ? അയ്യോ, അത് എപ്പോഴൊക്കെയാ ഏലിയാച്ച കാണുന്നത്? എപ്പോഴും കാണാറുണ്ടോ? എപ്പോഴൊക്കെയാ മെയിൻലി അത് വരുന്നത് ഏലിയാച്ച? അത് ഈ സങ്കീർത്തത്തിൽ നിന്ന് പാസ്റ്റർ പ്രസംഗിക്കുമ്പോഴും പിന്നെ ഈ വചന ശുശ്രൂഷയുടെ ഇടയ്ക്കൊക്കെ ഇത് കൂടുതലും വരുന്നത്. ആ ഏലിയാച്ച, അതുണ്ടാവും കേട്ടോ. നമ്മളെ എരുമപ്പെട്ടി നിന്ന് ഏലിയാച്ച ഇത് ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്നാണെന്നറിയാമോ? ഈ വചനം എന്നൊക്കെ പറയുമ്പോഴേ ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജങ്ങളെയും തുളച്ച് ചെല്ലുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വചനം എന്ന് പറയുന്നത് ഒരു ഇരുവായത്തിലുള്ള വാളാണ്. അപ്പം പാസ്റ്ററി പ്രസംഗിക്കുമ്പോഴേ ഏലിയാച്ചന് കുത്തുകൊള്ളുന്നതാണ് കേട്ടോ. അത് കാരണം ഈ വൈഷമ്യം ഇതൊക്കെ ഉണ്ടാകുന്ന ഏലിയാച്ചന് കേട്ടോ. പിന്നെ ഇത് ഈ വചനത്തിലെ പല സത്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഹൃദയത്തിലോട്ട് ആഞ്ഞു ചെല്ലുമ്പോഴേ ഏലിയാച്ചന് കുത്തുകൊള്ളുന്നതാണ് കേട്ടോ. അല്ലാതെ വേറെ എന്തേലും പ്രോബ്ലംസ് ഉണ്ടോ ഏലിയാച്ചന്? പിന്നെ ഈ യോഗങ്ങൾക്ക് ഇരിക്കുമ്പോഴേ എങ്ങനെയും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നൊരു പൊളിച്ച നീട്ടല. അയ്യോ, അത് കാണും സ്വാഭാവികം. ഒരു കാര്യം ചെയ്യും, ഏലിയാച്ചൻ്റെ സ്ഥലം എവിടാന്നാ പറഞ്ഞേ? മോനെ, എരുമപ്പെട്ടി. എരുമപ്പെട്ടി ഞാൻ നോക്കുമ്പോൾ എരുമപ്പെട്ടിയിൽ എരുമപ്പാലല്ലാതെ വേറെ പാല് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അവിടെ നമുക്കിപ്പോൾ ഇവിടെ വേണ്ട കാര്യം എന്ന് പറയുന്നത് വചനം എന്ന മായമില്ലാത്ത പാല് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ഓൺ ചെയ്യണം ഒരു കാര്യം കൂടെ, അഭിഷേക തൈലം നമ്മൾ ആഡ് ഓൺ ചെയ്യണം. അപ്പം ഇപ്പോഴും അഭിഷേകമൊക്കെ ഇപ്പോഴും ഉണ്ടോ ഏലിയാച്ചാ? മോനെ, അതൊക്കെ പണ്ടുണ്ടായിരുന്നേ, ഇപ്പം അതൊക്കെ പോയി. അയ്യോ, ഇപ്പം അതില്ല അല്ലേ? ഓക്കെ. അത് അത്യാവശ്യമായിട്ട് അഭിഷേകം വിട്ടുള്ള ഒരു പരിപാടിയില്ല. അഭിഷേകം ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി പുത്തൻ അഭിഷേകത്തിന് വേണ്ടിയൊക്കെ ഏലിയാച്ച ഒന്ന് ജാഗരിച്ച് പ്രാർത്ഥിക്ക്. പിന്നെ സഭായോഗത്തിനൊക്കെ ഇരിക്കുമ്പോഴേ മനസ്സൊക്കെ ഏകാഗ്രതമാക്കി ഒക്കെ ഇരിക്കാൻ ശ്രമിക്കണം കേട്ടോ. എന്നിട്ടും മാറിയില്ലെങ്കിലേ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ എന്നിട്ടും മാറിയില്ലെങ്കിൽ വല്ലതും പിന്നെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഏലിയാച്ച ഒരു കാര്യം ചെയ്യ്, ഉറക്കം വരുമ്പോൾ ഉറക്കെ ഒരു ഹല്ലേലൂയ സ്തോത്രം അങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ കട്ട് ചെയ്ത് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഭയങ്കര ഇതൊക്കെ ശരിയായി മാനസാന്തരമില്ലാതെ വരുന്നത്. എന്ത് ചെയ്യാനാ? അത് പലയിടത്തും അല്ല ഇപ്പം നമ്മൾ ശരിയായി മാനസാന്തരം ഉള്ളവരാണെന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പം നേരത്തെ ഒന്ന് പോകണമെന്നൊക്കെ ആഗ്രഹം വരുമായിരിക്കാം. അതെ, സ്വാഭാവികം. അപ്പം കാരണം വീട്ടിൽ അമ്മ ഇപ്പം ബീഫും ചിക്കനും ഒക്കെ ഉണ്ടാക്കി വെച്ച് അനുഭവം ഉണ്ടല്ലേ? എനിക്കും ഉണ്ട്. എന്താ അറിയോ? അയ്യോ, എനിക്ക് കുറേ നാൾ മുമ്പ് എനിക്ക് എപ്പോഴും സഭായോഗത്തിന് കുഴിമന്തിരി ചിന്തയായിരുന്നു മൊത്തം. എൻ്റെ പൊന്നെ, ഇത് മാറാൻ വേണ്ടി എന്തൊക്കെ ചെയ്തെന്നറിയോ? ഭയങ്കര പ്രശ്നമായിരുന്നു. അത് വല്ലാത്തൊരു അതൊരു പ്രശ്നം. ആരും നമ്മൾ മാത്രം അറിഞ്ഞാൽ. അപ്പം ഡോക്ടറിനും ഈ അമ്മാതിരി അസുഖമൊക്കെ ഉണ്ടല്ലേ? അയ്യോ, ഞാൻ പിന്നെ എന്നെ തന്നെ ചികിത്സിക്കേണ്ടി വന്നു ഈ കുഴിമന്തിയുടെ ചിന്ത ഒന്ന് മനസ്സിൽ നിന്ന് മാറിക്കിട്ടാനേ. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് കടക്കാം. അതെ. ഹലോ, ഡോക്ടർ നടത്തുന്ന CGI കഞ്ഞിക്കുഴിയോട് ചോദിക്കാം. CGI കഞ്ഞിക്കുഴി നടത്തുന്ന ഡോക്ടറിനോട് ചോദിക്കാം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, അരുവിക്കരയിൽ നിന്ന് ത്രേസ്യാമയാ സ്പീക്കിംഗ്. ആ വാഴയ്ക്ക ഉണ്ടോ അവിടെ? ഇവിടെ വാഴക്കയും വാഴക്കൊലയും ഒന്നും ഇല്ല. ഇവിടെ ഒരു ഡോക്ടർ ലൂക്കോസ് ചക്കക്കുഴിയിൽ, സോറി വാഴക്കൽ ഉണ്ട് ഇവിടെ. അമ്മച്ചി പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ത്രേസ്യ അമ്മച്ചി, അങ്ങനെ ഒന്നും പറയല്ലേ കേട്ടോ. നമുക്ക് സ്വർഗത്തിലേക്ക് പോകണ്ടേ? വാഴയ്ക്കൊന്നും വിളിക്കല്ലേ കേട്ടോ. അമ്മച്ചിക്ക് എന്താ പ്രശ്നം? എന്താ? എന്റെ പൊന്ന് ഡോക്ടറെ, എനിക്ക് കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല. ഭയങ്കര വേദനയാന്നേ. ബൈബിളൊന്നും വായിക്കാനേ പറ്റുന്നില്ല. അമ്മച്ചി ബൈബിളൊന്നും വായിക്കാൻ പറ്റുന്നില്ല അല്ലേ? കണ്ണ് ഭയങ്കര വേദനയല്ലേ? അമ്മച്ചി പിന്നെ നമ്മുടെ ഇതൊക്കെ എന്താ കണ്ണാടിയൊക്കെ വെക്കുന്നുണ്ടോ? എന്നിട്ടും പറ്റുന്നില്ല? അയ്യോ, മറ്റേ നമ്മുടെ ഇത് ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അമ്മച്ചി? പിന്നെ എന്ത് ചോദ്യാ മോനെ. അത് ഉപയോഗിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലേ അമ്മച്ചിക്ക്? ഓക്കെ. നമുക്ക് പിന്നെ അമ്മച്ചി മറ്റേ നമ്മുടെ എനിക്ക് ഇതിനുള്ള ഒരു സൊല്യൂഷൻ വരുന്നുണ്ട്. അമ്മച്ചി നമ്മുടെ മറ്റേ വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അമ്മച്ചി? ഉറങ്ങി കണ്ണു തുറന്നാൽ ആദ്യം എടുക്കുന്ന ഫോണാ. എത്ര മെസ്സേജ് വന്നു, ഫ്രണ്ട്സ് ആയെന്നൊക്കെ നോക്കണ്ടേ? അയ്യോ, അത് അത്യാവശ്യമല്ലേ? നോക്കണം. പിന്നെ നമ്മള് പിള്ളേരൊക്കെ തോണ്ടുന്ന എന്തോ സാധനം ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമം. ഇൻസ്റ്റാഗ്രാമത്തിലൊക്കെ ഉണ്ടോ അമ്മച്ചി? മോനെ,
ഇൻസ്റ്റഗ്രാമും അല്ല കേട്ടോ, ഇൻസ്റ്റഗ്രാം. അയ്യോ അമ്മച്ചി നമ്മളെക്കാളായിട്ടൊക്കെ അത് ഓക്കെ ഓക്കെ ഓക്കെ. ആ അമ്മച്ചി അത് എങ്ങനെ, അതൊക്കെ ഭയങ്കര ഉപയോഗമാണോ അമ്മച്ചിക്ക്? ആ, ഒരു റീലൊക്കെ കണ്ടു തുടങ്ങിയ 100 എണ്ണം അങ്ങ് കണ്ടുപോവാ. സമയം പോകുന്ന അറിയുന്നേ ഇല്ല. അയ്യോ അയ്യോ, അതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇത് നമുക്കിതിന് പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പം പലയിടങ്ങളിലും ഇങ്ങനെ കാണുന്നൊക്കെ ഉണ്ട്. അമ്മച്ചിക്ക് നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. പേടിക്കാന്നില്ല. അമ്മച്ചി ഒരു പേപ്പറും പേനയൊക്കെ എടുത്ത് വെച്ചോ കേട്ടോ. ഇപ്പോൾ ഒരു മരുന്ന് പറയും. അപ്പോൾ അതിൻ്റെ മെയിൻ മരുന്ന് എന്ന് പറയുന്നത് നിന്റെ വചനം എൻ്റെ കാലം ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശം. ആ മരുന്നാണ് വേണ്ട കേട്ടോ. അപ്പം ആ മരുന്ന് നമ്മുടെ കഞ്ഞിക്കുഴിയിലും ഒക്കെ ഉള്ള ഗിലിയാദ് മെഡിക്കൽ സ്റ്റോറിലുണ്ട്. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറയുന്നത് അവിടെയും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഡോക്ടറുണ്ട്, നമ്മുടെ അറിയപ്പെടുന്നത് കടുവാക്കുളം ലിൻഡെ എന്നാ. അർമേനിയയിൽ നിന്ന് ഭയങ്കര ബിരുദാന്തര ബിരുദമൊക്കെ എടുത്ത് കുറച്ച് നാളത്തേക്ക് കടുവാക്കുളത്തുണ്ട്. അപ്പം ലിൻഡാമോളോടൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും മരുന്നൊക്കെ വേണമെങ്കിൽ അവിടെ പോയി സഹായം ചോദിച്ചാൽ മതി കേട്ടോ. ശരി. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ നമുക്ക് ഇപ്പം വേറൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, അമ്മച്ചി ഇൻ്റർനെറ്റൊക്കെ കൊടുക്കുന്ന കാശൊക്കെ ഉണ്ടല്ലോ. ആ കാശ് അമ്മച്ചി നമ്മുടെ സഭയിൽ വല്ലതും എന്തെങ്കിലും ചാരിറ്റി ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? നമ്മുടെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ? നമ്മുടെ ബാബുമോനും ചോട്ടിമോനും ഒരു പെട്ടിയൊക്കെ ആ ഭിത്തിയിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെന്താന്ന് അറിയില്ല, നോക്കട്ടെ മോനെ. ഓക്കെ. കാരണം ആ ബാബുമോനോടും ചോട്ടിമോനോടും ഒക്കെ ഒന്ന് പറഞ്ഞിട്ടെ അമ്മച്ചി ആ പെട്ടിയിലൊക്കെ ആ കാശൊക്കെ വേസ്റ്റ് ചെയ്യാതെ അവിടെ ഇടും. അപ്പം കുറച്ചു പേർക്കെങ്കിലും ഉപകാരമാവും കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. ഓക്കെ. ബ്രോയോ അമ്മച്ചി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന കേസാ. ഹൈടെക് അമ്മച്ചി. പിന്നെ ഡോക്ടറെ, ഈ ഫോണിന്റെ ഉപയോഗത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ചർച്ചിലും ഉണ്ടെന്ന കുറച്ചന്മാർ ഇങ്ങനെ ഈ ജോയലും ഏബലും ബെന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാര് സഭായോഗത്തിൽ ഇരുന്നുകൊണ്ട് സ്റ്റേറ്റസ് ഇടുവന്നേ. ഞാൻ അവരെ കുറിച്ച് നല്ല സംഭവമാണല്ലോ കേട്ടേക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ അവിടെ ഇതിലുണ്ട് ജോണി എന്നൊക്കെ പറഞ്ഞു. അയ്യോ അവന് ജോണി എന്ന് പറഞ്ഞ ഒരു കൊച്ചനെ പോലത്തെ ഒരു കുസൃതി. അയ്യോ ഞങ്ങൾ എത്ര അഡിക്റ്റാ, ഫോൺ അഡിക്റ്റാ. ഒന്നും പറയാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല ഇതിനൊക്കെ എന്തോ ഒരു പ്രതിവിധി. ഇതിനിപ്പോ നമുക്ക് രണ്ട് പ്രതിവിധികളുള്ള ശ്രദ്ധിച്ചേക്കണം. എൻ്റെ ഗവേഷണത്തിൽ നിന്ന് കൊണ്ടുവന്ന പലർക്കും കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും, ഇച്ചിരി ബുദ്ധി കൂടിയതിൻ്റെ ഒരു ഇത്. അപ്പം നമുക്ക് ആദ്യത്തെ പ്രതിവിധി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ ചർച്ചിലോട്ട് കയറി എന്തെങ്കിലും പ്ലാസ്റ്ററോ എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് ഇവിടെ ഇമാരുടെ കൈയൊക്കെ അങ്ങ് ഒട്ടിപ്പിടിപ്പിക്കുക. അതേ നമുക്ക് പറ്റത്തുള്ളൂ. ബെസ്റ്റ് ഐഡിയ. അല്ല ഒരു ഒരെണ്ണം കൂടെ ഉണ്ട്. എങ്ങനെയാണെന്ന് അറിയാം. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞിട്ട് ഒരു ജാമർ, ഫോൺ ജാമർ അങ്ങ് വെക്കാം. പ്രോഗ്രാം തീരാൻ സമയമായിരിക്കുന്നു. വളരെ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മളുടെ മധ്യത്തിലേക്ക് നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി കടന്നു വന്ന ഈ ഡോക്ടർ ലൂക്കോസ് വാഴക്കലിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തിരക്കൊന്നും ഇല്ലെന്നറിയാം, എന്നാലും ഇരിക്കട്ടെ. ഇനി അടുത്ത എപ്പിസോഡിലേക്ക് ഡോക്ടറെ നമ്മൾ ക്ഷണിക്കുന്നതല്ലായിരിക്കും. എല്ലാവർക്കും നന്ദി. ക്ഷണിച്ചില്ലേലും ഞാൻ വന്നിരിക്കും. താങ്ക് യു. വണ്ടർഫുൾ ജോബ് ഗൈസ്. ഈ സ്കിറ്റിൽ പറഞ്ഞ പല സ്പിരിച്വൽ ഡിസീസസും നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നതാണല്ലേ. നമ്മളെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഏബൽ ആൻഡ് ടീമിന് നമുക്ക് ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൊടുത്താലോ?